ശകുനം. വരാനുള്ള സുഖദുഃഖങ്ങളുടെ പ്രതീകമായിട്ടാണ് ഭാരതീയർ ശകുനത്തെ കണക്കാക്കിയിരുന്നത്. ആദ്യകാലം മുതൽക്കു തന്നെ ഒരു ശാസ്ത്രീയ ശാഖയായിട്ടാണ് ശകുനത്തെ ഭാരതം വീക്ഷിച്ചു പോന്നിരുന്നത്. അവയെ ദീപ്തങ്ങളെന്നും ശാന്തങ്ങളെന്നും രണ്ടായി വിഭജിച്ചിരുന്നു. ദീപ്തങ്ങൾ ശുഭഫലത്തെയും ശാന്തം അശുഭഫലത്തെയും പ്രദാനം ചെയ്യും. ആദ്യകാലത്ത് ശകുനത്തിന് അമിത പ്രാധാന്യം നൽകിയാണ് രാജാവ് പോലും കഴിഞ്ഞിരുന്നത്. യാത്രികന്റെ മുൻഭാഗത്തു നിന്നും വരൂ എന്ന് ശബ്ദം കേൾക്കുന്നത് നല്ലതാണ്, എന്നാൽ അത് പിന്നിൽ നിന്നായാൽ ശുഭമല്ല. വെളുത്ത പുഷ്പങ്ങൾ കാണുന്നതും നിറകുടമേറ്റിയിരിക്കുന്നതും ശുഭശകുനമാണ്. മാംസം, മത്സ്യം, വൃദ്ധപുരുഷൻ, ഏകപുരുഷൻ, ദൂരത്തു നിന്നുള്ള ശബ്ദം, പശു, ആട്, കാളകൾ, കുതിരകൾ, ഗജങ്ങൾ, കത്തുന്ന തീ, കറുക, പച്ച ചാണകം, വേശ്യാസ്ത്രീ, സ്വർണം, വെള്ളി, രത്നം, കണ്ണാടി, തേൻ, അക്ഷതം, കരച്ചിലൊന്നും കൂടാതെ കൊണ്ടുപോകുന്ന ശവം തുടങ്ങിയവ ശുഭശകുനങ്ങളുടെ പട്ടികയിൽ പെടുന്നു.